നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ ചെയ്തതുപോലെ വെറും ഫിസിക്കലായിട്ടുള്ള തടി കൊണ്ടുള്ള ജോലിയിൽ നിന്ന് മാറ്റം വരുത്തണം. അതിനാ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടത്തിൽ ധാരാളം കഴിവുകൾ അവർ ആഡ് ചെയ്ത് കൊടുക്കണം. ലാംഗ്വേജിൻ്റെ കുറവാണോ ഉള്ളത്, നിങ്ങൾ മൊബൈലിലേക്ക് കയറിക്കോ. മൊബൈലിലേക്ക് കയറിയിട്ട് AI ഡിപ്പെൻഡ് ചെയ്തോ. AI ഡിപ്പെൻഡ് ചെയ്താൽ 2-3 മാസം കൊണ്ട് ഫാന്റാസ്റ്റിക് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അതിൽ ഫേക്ക് ഏത് നല്ലത് ഏത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇംഗ്ലീഷ് വിത്ത് ടിഫാനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ടിഫാനിയോടൊപ്പമുള്ള ഇംഗ്ലീഷ്, അങ്ങനെ മനോഹരമായിട്ട് അത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ലോകത്തിലെ പ്രശസ്തരായ പ്രഭാഷണങ്ങൾ ഓരോ 5 മിനിറ്റ് കേൾക്കുക. എന്നിട്ട് അതിമനോഹരമായിട്ട് അതേപോലെ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ റൂം അടച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. ഫറൂഖ് കോളേജിൽ 5-10 പെൺകുട്ടികൾ എന്നെ വിളിച്ചിരുന്നു കൊറോണ സമയത്ത്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, ലോകത്തിൽ അതിമനോഹരമായി സൈക്കോളജിയും ദീനും എല്ലാം കൂടി ചേർത്ത് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അവർ അമേരിക്കക്കാരിയാണ്. യാസ്മിൻ മുഗാഹദ് എന്നാണ് അവളുടെ പേര്. മുസ്ലിമായ നല്ലൊരു പെൺകുട്ടിയാണ്. സൈക്കോളജി പറയും, ദീന് പറയും, ഖുർആൻ ക്ലാസ് എടുക്കും. അതും അമേരിക്കയിലെ 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ സ്പീച്ച് കേൾക്കാം എന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞു കൊടുത്തു. ആ കുട്ടികൾ അങ്ങനെ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, കാരണം ഞങ്ങളത് കേട്ട് ഇപ്പം ഞങ്ങളുടെ ആക്സെൻറ്റും അങ്ങനെ ആയി മാറിയിരിക്കുകയാണ്. ഇതിനും ഉപയോഗിക്കേണ്ടത് ഈ മൊബൈലാണ്. കൊറോണ സമയത്ത് 300 കോഴ്സ്, അതും ടെക്സസിൻ്റെ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ, ഈ പറയുന്ന കേംബ്രിഡ്ജിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ, ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഷോർട്ട് ടേം കോഴ്സ് 2 ദിവസത്തെ, 7 ദിവസത്തെ, 10 ദിവസത്തെ 300 കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടി പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അതും നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിലാണ്. 300 കോഴ്സ് ആ കുട്ടി ചെയ്തത്. എന്തേ നമുക്കതിന് സാധിക്കൂലേ? അങ്ങനെ കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ലോകം തീർത്തു കൊടുക്കണം. ഈ ലൈബ്രറി ഓപ്പൺ ആക്കി കൊടുക്കണം. ഈ ലൈബ്രറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചില ആൾക്കാരിത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഈ ലൈബ്രറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ലിറ്ററേച്ചറും എല്ലാ ഭാഗങ്ങളും എല്ലാ റെഫറൻസസും നമുക്ക് ഈ ലൈബ്രറിയിലൂടെ കരസ്ഥമാക്കാം. ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല, ഞാൻ എല്ലാവരുടെയും ഇതിനിങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല, നിങ്ങൾക്ക് കേട്ടിട്ടാണ് അത് തീർക്കണമെങ്കിൽ ഇപ്പോൾ കുക്കു FM പോലെയുള്ളത് ഇത് മലയാളത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ കുട്ടികളെ അങ്ങനെ ഒരു ലോകത്തിലേക്ക് തീർക്കണം. വിദ്യാഭ്യാസപരമായി എൻ്റെ ഈ പ്രദേശത്തെ എൻ്റെ പ്രിയപ്പെട്ട കണ്ടോത്തുകുനിയിലെ മുഴുവൻ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ എൻ്റെ കരങ്ങളിലല്ല. ഞാൻ കേവലം ഒരു ഡോക്ടർ മാത്രമാണ്. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പക്ഷേ പടച്ചോനെ, നിന്റെ കയ്യിലാണ് ജീവനെന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന ആ സമയത്തെങ്കിലും ആ ബ്ലേഡ് ഇങ്ങനെ അനസ്തേഷ്യ കിടത്തിക്കിടക്കുന്ന ആ രോഗിയുടെ മുകളിലൂടെ ഓപ്പറേഷൻ്റെ ബ്ലേഡ് പായിപ്പിക്കുമ്പോൾ അതിനു മുമ്പേ ആകാശത്തിൻ്റെ തമ്പുരാനെ നോക്കി അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പ്രാർത്ഥിക്കുന്ന ഡോക്ടർമാരുണ്ടാകട്ടെ. അറബിയെ പ്രാർത്ഥിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആളുകൾക്ക് പ്രയാസങ്ങൾ വരുത്തുന്ന അല്ലാഹുവേ, അല്ലെങ്കിൽ അതിനെ എത്തിച്ചിട്ടുള്ള അല്ലാഹുവേ, അതിനെ മാറ്റുന്ന അല്ലാഹുവേ, വശ്ഫി നീ ശിഫയാക്ക് ലാ ശിഫാ ഒരു ശിഫയുമില്ല ഇല്ലാ ശിഫാഉക് നിന്റെ ശിഫയല്ലാതെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടറാക്കി നമ്മുടെ മക്കളെ വളർത്തു. ഒരു എഞ്ചിനീയറായി മാറുമ്പോൾ പാവപ്പെട്ടവർക്ക് പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെ സമ്പന്നൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന 10,000 രൂപ മാറ്റിവെച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ആർക്കിടെക്റ്റാക്കി നമ്മുടെ മക്കളെ വളർത്തു. ജില്ലാ കലക്ടറായി നമ്മളെ മക്കൾ മാറുമ്പോൾ പാവപ്പെട്ടവൻ്റെ സിഗ്നേച്ചർ ആദ്യം ഇട്ട് കൊടുക്കുന്ന ജില്ലാ കലക്ടറാക്കി. മോനെ, ആര് വിളിച്ചു പറഞ്ഞാലും പാവങ്ങളെ നീ മറക്കരുത്. കലക്ട്രേറ്റിൽ നീ ഇരുന്ന് ഒപ്പിടുന്ന സമയത്ത് തൂണ് ചാരിയിട്ടൊരു പാവം നിൽക്കുന്നുണ്ടാകും. MLA-യോ MP-യോ വിളിച്ചു പറയാനില്ലാത്ത ഒരു പാവം. ആ പാവത്തിന് നീ ആദ്യം ഗൗനിക്കണേ എന്ന് നമ്മുടെ മക്കളോട് പറയുന്ന ഡിസ്ട്രിക്ട് കലക്ടറായ നമ്മുടെ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറണമെന്നതാണ്. ഇങ്ങനെ മക്കളെ വളർത്താൻ നമുക്ക് പറ്റണം. ആ ഒരു വാല്യൂസിലൂടെ വളർത്താൻ പറ്റണം. കുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ? നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് കുറഞ്ഞേ വരികയാണ്. എല്ലാറ്റിനും ഞാനതിനെങ്ങനെ ആ പേര് പറഞ്ഞ് വിമർശിക്കുന്നില്ല. കല്യാണങ്ങൾ തന്നെ വ്യത്യസ്തമായ രീതി. അത് കാസർഗോഡ് തുടങ്ങും, കണ്ണൂരിലേക്ക് അലയടിക്കും, അതിൻ്റെ ബാക്കി പിന്നെ ഈ ഭാഗത്ത് അങ്ങോട്ട് കസറും. എല്ലായിടത്തും ഇപ്പോൾ അതായി തുടങ്ങിയിട്ട് അതിന് മഞ്ഞ കല്യാണമെന്നോ പച്ചക്കല്യാണമെന്നോ എന്ത് കല്യാണമെന്ന് നിങ്ങൾ വിളിച്ചാലും വ്യത്യസ്തമായ രീതി. നിങ്ങൾ ആളുകളെ വിളിച്ചോ, ഭക്ഷണം കൊടുത്തോ, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കോ. പക്ഷേ എന്തിനാണ് ജീവിതം? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പ്രസ്താവ്യം പോലെ ഏറ്റെടുത്തോളൂ. ഞാൻ വലിയ പ്രസ്താവനക്കാരനൊന്നുമല്ല, പക്ഷേ ഇതൊരു പ്രസ്താവ്യമായി ഏറ്റെടുത്തോളൂ. ജീവിതം വളരെ എളുപ്പമാണ്,
പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിടുക്കം കിട്ടുമ്പോൾ അത് വളരെ പ്രയാസമേറിയതാണ്. ഒന്നും കൂടി പറയാം, ജീവിതം വളരെ എളുപ്പമാണ്, പക്ഷെ അത് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ ആ ജീവിതം നമുക്ക് ഭാരമേറിയതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കല്ലേ. അതിസമ്പന്നനായ ആള് ഒരു പക്ഷേ വലിയ വീട് വെച്ചെന്നിരിക്കാം, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വീടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, മലബാറിൽ ഏറ്റവും പ്രശസ്തനായ ഒരു സമ്പന്നൻ മുസ്ലിം ലീഗിൻ്റെ ഒരു MP ആയിട്ടൊക്കെ ഉള്ള ആളായിരുന്നു, ഇപ്പോഴുമാണ് രാജ്യസഭയിൽ. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ വഹാബുക്കൻ്റെ വീട് 3 കോടി രൂപക്കന്ന് വീട് വെച്ചു എന്നൊക്കെ ഒരു തർക്കമുണ്ടായിരുന്നു. 3 കോടി രൂപയുടെ വീട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ വളരെ ശക്തമായി അതിനെതിരെ പറഞ്ഞു, 3 കോടി രൂപക്ക് വീടോ എന്ന്. കുറേ വർഷം മുമ്പാണ്. അതിൽ അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി നമുക്കെല്ലാവർക്കും കൂടിയുള്ളതാണ്. അദ്ദേഹം അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, രാഷ്ട്രീയ പ്രതിയോഗികൾക്കൊരു മറുപടി കൊടുക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് എൻ്റെ കയ്യിൽ 300 കോടിയുണ്ട്. കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞാൻ വെക്കേണ്ടത് 600 കോടിയാണ്. 600 കോടിൻ്റെ വീടാണ്. കാരണം കേരളത്തിൻ്റെ സംസ്കാരം 10 ലക്ഷം ഉള്ളവന് 20 ലക്ഷത്തിൻ്റെ വീട് വെക്കലാണ്, 1 കോടിയുള്ള 2 കോടിൻ്റെ വീട് വെക്കലാണ്. അങ്ങനെ ഞാൻ വെക്കുകയാണെങ്കിൽ വെക്കേണ്ടത് 600 കോടിയുടേതാണ്. ഞാൻ ഒരു മുസ്ലിമാൻ എന്ന അർത്ഥത്തിൽ, ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിൽ ഒരു വർഷത്തിൽ ഈ 300 കോടിക്ക് ടാക്സ് കൊടുക്കേണ്ടത് 7.5 കോടിയാണ്. ടാക്സിൻ്റെ പകുതി പോലുമായി സക്കാത്ത് കൊടുക്കേണ്ടത്, ടാക്സ് അല്ല സക്കാത്ത് കൊടുക്കേണ്ടത് ഈ പറയുന്ന 7.5 കോടിയാണ്. 7.5 കോടിയുടെ പകുതി എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 3.25 കോടിയാണ്. ഞാൻ അതിലും കുറച്ചാണ് വീട് വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ പ്രതിയോഗി പറയേണ്ടത്, ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും 100% കൊണ്ട് വീട് വെച്ചവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്നാണ്. അതുകൊണ്ട് വഹാബ് കയെ പോലുള്ള ആൾക്കാർ 3 കോടിയുടെ വീട് വെക്കുന്നു എന്നതുകൊണ്ട് 30 ലക്ഷത്തിന് പോലും വകയില്ലാത്ത നമ്മൾ പോയിട്ട് 3 കോടിയുടെ രൂപ വെക്കേണ്ടതില്ല. ആ വീട് ചെറുത് ആർക്ക്? നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് അനുസരിച്ച്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അംബാനി എന്ന് പറയുന്ന ആൾ മകളെ കെട്ടിച്ചപ്പോൾ 3000 കോടിയായി എന്നത് അയാളുടെ ചെറിയ സംഖ്യയാണ്. അയാളുടെ കയ്യിൽ 4 ലക്ഷം കോടി ഉണ്ടായിട്ട് അതിന് 3000 കോടി ഇറക്കിയിട്ടുള്ളൂ. നമ്മുടെ മകളുടെ കല്യാണം കഴിയുമ്പോഴേക്കും നമുക്ക് 1 കോടി രൂപ കട. കാരണം എന്തുകൊണ്ടാണ്? നമ്മളടുത്ത് അതിൻ്റെ ഒന്നുമില്ല കയ്യിൽ. ഇങ്ങനെ ആളുകളെ കണ്ട് അനുവർത്തിക്കലല്ല, നമുക്കൊരു ബജറ്റ് ഉണ്ടാകണം. ജീവിതത്തിനൊരു ബജറ്റ്. അതെന്താ ബജറ്റ്? നമ്മുടെ ഭർത്താവിൻ്റെ വരുമാനം എത്ര? ഭർത്താവ് ജോലിക്കാരനാണോ? ഒരു നല്ല ടാക്ടിക്സ് ഉള്ള പെൺകുട്ടി എന്താ ചെയ്യേണ്ടത്? അവൾ നല്ല എക്കണോമിക്സിലോ അക്കൗണ്ടൻസിലോ ഒക്കെ നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസത്തിൽ 50,000 രൂപ വരുമാനത്തിൽ അതിൽ നിങ്ങൾ 30,000 ഇങ്ങോട്ട് അയച്ചോളൂ, 10,000 നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തോളൂ, 10,000 നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരെ പെൺകുട്ടികൾ. അങ്ങനെ ലോകത്തിൽ സഹിഹായ ഹലാലായ രീതിയിൽ അയാൾ വേറെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. എന്നും ഈ ജോലി മുന്നോട്ട് പോകാൻ പറ്റുമോ? അയാൾക്കൊരു ബാക്ക് പെയിൻ വന്നാൽ ഈ ജോലി അവസാനിക്കൂലേ? അതുകൊണ്ട് അയാളുടെ ദൗത്യമാണ് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഈ പത്തനംതിട്ട കോട്ടയത്തൊക്കെയുള്ള നമ്മുടെ ഈ ക്രിസ്ത്യൻ സഹോദരിമാർ, അവർ ഈ ഭർത്താക്കന്മാരെ അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം വെച്ചിട്ട് കുറിക്ക് ചേരും. ആ കുറി 1 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർക്ക് 5 ലക്ഷമായിട്ട് അടിക്കും. അങ്ങനെ ആ 5 ലക്ഷം രൂപയ്ക്ക് എന്താക്കും? ഒരു ചെറിയ പറമ്പ് പോയിട്ട് വാങ്ങും. ആ പറമ്പ് 2 കൊല്ലം കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ 15 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും. കേരളത്തിൻ്റെ കൾച്ചർ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇയാൾ 20 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും ഇയാളറിയാത്തൊരു 1.5 കോടി അങ്ങോട്ട് കൊടുക്കും. കാരണം എന്താണെന്നറിയോ? ഇവളിങ്ങനെ മിച്ചം വെച്ചുണ്ടാക്കിയതാ. നമ്മുടെ മലബാറിൽ ഈ പ്രദേശത്തൊക്കെയുള്ള, ഞാൻ ഈ പ്രദേശത്തിനെ കളിയാക്കല്ല, എൻ്റെ പ്രദേശം ഈ പ്രദേശമൊക്കെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ 1 കോടി ഉറുപ്പിക കട നമ്മൾ വേറെ ആക്കിയിട്ടുണ്ടാവും. അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ കടാക്കിയിട്ടുണ്ടാകും. കാരണം എന്തുകൊണ്ടാ? ഭക്ഷണം കഴിച്ചിട്ടല്ല നമുക്ക് ഈ കടം, മാമൂലുകൾ നടത്തിയിട്ടാണ്.